കണ്ണണ്ണ ഉത്സവത്തിന് എന്റെ കൂട്ടുകാരന്മാരുണ്ടായിരുന്നു, അതല്ലേ നിങ്ങളെ വിളിക്കാത്തത്? എടാ ചുണ്ണി, എന്റെ കൂട്ടുകാരെല്ലാം ഞാൻ ഒഴിവാക്കി നിന്റെ കൂടെ മാത്രം ഞാൻ നടക്കുന്ന കാര്യം നിനക്കറിയാമോ? എന്നെ വലിപ്പിക്കാൻ? അല്ല, ഒരു വലിയണ്ണന്റെ സ്ഥാനത്ത് നിന്ന് എന്നെ നേർവഴിക്ക് നയിക്കാൻ. ഞാനൊരു അന്യനായിട്ടല്ല നിന്നെ കണ്ടിരിക്കുന്നത്. അന്യനായിട്ട് കണ്ടാ മതിയായിരുന്നു. പണ്ട് നിനക്ക് ജാമ്പയ്ക്ക് വേണമെന്ന് പറഞ്ഞപ്പം മരത്തിൽ വലിഞ്ഞ് കയറിയത്, എന്റെ കുടുക്ക മൊത്തം പുളിയുറുമ്പ് മുച്ചിയിട്ട് നിനക്ക് വേണ്ടി 2 കുമ്പിടിക്ക ജാമ്പ പറിച്ചു തന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അണ്ണാ, നിങ്ങൾ അന്ന് പറിച്ചു തന്ന 2 ജാമ്പയ്ക്ക് പുഴുവരിച്ചതായിരുന്നു. ഓഹോ, നീ പുഴുവിനെ കണ്ടോളൂ, അതിന്റെ അകത്തെ ഈ കണ്ണന്റെ സ്നേഹം ഉണ്ടായിരുന്നു. ഞാൻ കണ്ട്, ചെറുതായിട്ടൊരു മിന്നായം പോലെ ലവ് ചിഹ്നം. നിന്റെ അച്ഛൻ നിന്നെ വഴക്ക് പറഞ്ഞതിന് ചോദിക്കാൻ ചെന്ന് എന്നെ അങ്ങേര് അടിച്ച് കിണറ്റിയിട്ട്. ഇതെല്ലാം ആർക്ക് വേണ്ടി? അതിന് നിങ്ങൾ ആര് പറഞ്ഞു പോയി ചോദിക്കാൻ? പുറമേ കാണുമ്പോ കണ്ണണ്ണ ഹാപ്പി, ഉള്ളി ഒന്ന് തൊലിച്ചു നോക്കണം. എന്തൊരു ചിക്കൻ കറി വെക്കാനാ? ഉള്ളൊന്ന് തൊലിച്ചു നോക്കണോന്ന് നെഞ്ചേ പടപട അടിക്കും. കാണാൻ ചോട്ടാബീമിനെ കാലിയെ പോലെ ഇരിക്കും, പക്ഷെ മനസ്സ് ചോട്ടാബീമിനെ രാജുവിനെ പോലെ. രാജു രാജു ഇനി ഇതുപോലത്തെ ചങ്ക് തേക്കണ കാര്യങ്ങൾ നീ ചെയ്യലടാ ചുണ്ണി. ഇല്ലണ്ണ, പിന്നെ അടുത്ത ആഴ്ച എന്റെ കല്യാണമാണ്.